രാവിലെ ഇലയട ഉണ്ടാക്കാനുള്ള ഇല തപ്പി ഇറങ്ങിയതല്ല. വീട്ടിൽ കുറച്ച് അതിഥികൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇലയിലൂണ്. ഇപ്പോൾ വന്ന് വന്ന് ഹോട്ടലിൽ വരെ ഇലയിലൂണാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇലയിൽ സദ്യ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ പായസമൊക്കെ ഇലയിൽ ചിലർ ഗ്ലാസ്സിൽ കുടിക്കും. പക്ഷേ ഗ്ലാസ്സിൽ പായസം കുടിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആ ഇലയ്ക്കകത്ത് ആ ചൂട് പായസം ആ ഇലയിൽ വീണ് നമ്മളത് ഇച്ചിരി ഞെരടിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ദാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് നമ്മുടെ ഗസ്റ്റ്. ഇദ്ദേഹം കോഴഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് രാജീവ് ഭക്തൻ. കുവൈറ്റ് എയർവേസിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രവിത കൊച്ചിയിലാണ്. ഇവർക്ക് 3 കുട്ടികളാണ്, 3 ആൺകുട്ടികളാണ്. അപ്പോൾ വന്ന സമയത്ത് അല്പം താമസിച്ചു, അല്പമല്ല നല്ല രീതിയിൽ തന്നെ താമസിച്ചു. സാധാരണ കോഴഞ്ചേരിയിൽ നിന്നും പുറക്കാട് വരെ വരാനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ മതിയാവും. പക്ഷേ ഇപ്പോൾ തിരുവല്ല ആ സൈഡിൽ മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുക, അതിലെ പോകുമ്പോൾ ആ വഴി പോകാതെ വേറെ സൈഡിൽ പോയാൽ നമുക്ക് കുറച്ച് സമയലാഭമുണ്ട്. എന്തായാലും എൻ്റെ കുട്ടികൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം PTA മീറ്റിംഗ് ഉള്ളതുകൊണ്ട് 2 മണിയോടുകൂടി അവരും എത്തി. അങ്ങനെ എല്ലാം കൂടെ മേളമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3ഉം എൻ്റെ 2ഉം ആകെ 5. പഞ്ചപാണ്ഡവന്മാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ജസ്റ്റ് ഒരു പ്രകടനം ദാ കണ്ടോ. ഉച്ചക്കത്തെ ഊണ് കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും കൂടെ നല്ല കാറിലായിരുന്നു കയറിയത്. അതിനുശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ചായയും കടിയും, കടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലഘുഭക്ഷണമാണ്. ഉഴുന്നുവട, ഏത്തയ്ക്കാപ്പം, സമൂസ, അങ്ങനെ ഒരു വിഭവസമൃദ്ധമായ ഒരു ചായ സൽക്കാരവും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ അമ്പലത്തിനടുത്തുള്ള ഗോശാലയിൽ ഗോക്കളെയൊക്കെ കണ്ട് അവരെന്തായാലും ഹാപ്പിയായി. അടുത്ത വർഷം അദ്ദേഹം എല്ലാ വർഷവും വരാറുണ്ട്. അപ്പോൾ അടുത്ത വർഷം തൊട്ട് ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിലും കൂടെ വരും എന്നൊരു ഉറപ്പ് തന്നിട്ടാണ് അവർ പോകുന്നത്. എന്തായാലും നമ്മുടെ കുട്ടിപ്പട്ടാളവും ഹാപ്പി, അദ്ദേഹത്തിൻ്റെ കുട്ടിപ്പട്ടാളവും ഹാപ്പി. അപ്പം അതിഥി ദേവോ ഭവ എന്നുള്ളതാണ്. അങ്ങനെ അതിഥിയെ ദേവന്മാരാക്കി ഞങ്ങൾ പറഞ്ഞയച്ചു.